ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നീതാസ് ഡ്രീംസിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ വരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പറയാൻ വന്നത് വേറെ ഒന്നുമല്ല. നമ്മൾ മുടിയിൽ ഷാമ്പു ചെയ്യൂലേ, മുടിയിൽ ഷാമ്പു ചെയ്യുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വന്നതാണ്. മുടിയിൽ ഷാമ്പു ചെയ്യുമ്പോൾ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഏറ്റവും ആദ്യം എൻ്റെ വീഡിയോ കാണുന്നവർ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ പറയാം, എന്താ പറഞ്ഞാൽ ചില വിഷയത്തിലേക്ക് കിടക്കാം. വീഡിയോ പറയാമെന്നല്ല, വിഷയത്തിലേക്ക് കിടക്കാം. വേറെ ഒന്നുമല്ല, ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ മുടിയിൽ ഷാമ്പു ചെയ്യാൻ പാടുള്ളൂ. എല്ലാ ദിവസവും ഷാമ്പു ചെയ്യണവരുണ്ട് കേട്ടോ. അതൊന്നും ചെയ്യരുത്. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ മുടിക്ക് ദോഷം ചെയ്യുള്ളൂ. നമ്മുടെ അമ്മമാരൊക്കെ പണ്ട് പറയൂലേ, താളി തേച്ച് കുളിക്കുന്നവരുടെയൊക്കെ മുടി ഇപ്പോഴും ഇരിക്കുന്ന കണ്ടിട്ടില്ലേ? ഞാൻ തന്നെ അതിശയിക്കാറുണ്ട്. ചില അമ്മമാരുടെയൊക്കെ മുടി ഇപ്പോഴും എന്തോരം മുടിയാണ്. അപ്പം ഇതിൻ്റെയൊക്കെ കാരണം എന്താ, അവർ ആ താളിയൊക്കെ ഉപയോഗിച്ചിരുന്നതുകൊണ്ടാണ്. അപ്പം ഞാൻ പറയാൻ വന്നത് ഇതാണ്, ഷാമ്പു തേക്കണമെങ്കിൽ ഒരാഴ്ചയിൽ ഒരു ദിവസമൊക്കെ തേച്ചു മതി ഷാമ്പു. അതുപോലെ തന്നെ നമ്മൾ എണ്ണയിലേ, വെളിച്ചെണ്ണ ആയാലും ചിലപ്പോൾ വേറെ എണ്ണ തേക്കണവരുണ്ടാവും കേട്ടോ. എന്ത് എണ്ണ ആയാലും നമ്മൾ തലയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് ശേഷം മാത്രമേ ഷാമ്പു ചെയ്താൽ മതി. കാരണം ഇപ്പോൾ വെളിച്ചെണ്ണ തന്നെ മാത്രം ഉപയോഗിച്ച് തേച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ, നമ്മൾ വെളിച്ചെണ്ണ തേച്ചിട്ട് വല്ല പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ, ആ മുടിയിൽ ഉള്ള അഴുക്ക് മുഴുവൻ പിടിക്കും. പൊടിയും എല്ലാം ഈ വെളിച്ചെണ്ണ തേക്കുമ്പോൾ ഇങ്ങനെ വെളിച്ചെണ്ണയിൽ നമ്മൾ കണ്ടിട്ടില്ലേ? അല്ലെങ്കിൽ ഈ പണ്ട് ചെറുപ്പത്തിൽ സ്കെയിൽ വെച്ച് പിള്ളേർ ഇങ്ങനെ തലയിൽ തേച്ചിട്ട് കാണിക്കുന്ന കണ്ടിട്ടില്ലേ? പേപ്പറും കൊണ്ട് പേപ്പർ പിടിക്കുന്ന കണ്ടിട്ടില്ലേ? പണ്ട് സ്കൂളിൽ വെച്ച് ഞങ്ങൾ ചെയ്തത് കാര്യം കേട്ടോ. അപ്പോൾ അത് തന്നെ ഒരു ഉദാഹരണം. ഈ വെളിച്ചെണ്ണ തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടിയിൽ വെളിച്ചെണ്ണമയ കളയണം. നല്ലോണം വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ മുടിയുടെ ഇവിടെ അല്ല തേക്കേണ്ടത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തലയോട്ടിയിൽ മസാജ് ചെയ്ത് പഠിപ്പിച്ചാൽ മാത്രമേ മുടി വളരുള്ളൂ. പിന്നെ എന്താ, പാറി പറക്കാതിരിക്കാനൊക്കെ മാത്രമാണ്. മുടി പാറി പറന്ന് വൃത്തികേടാകാതിരിക്കാനാണ് ശരിക്കും പറഞ്ഞാൽ വെളിച്ചെണ്ണ ഇവിടെയൊക്കെ തേക്കുന്നത്. അല്ലാതെ തലയോട്ടിയിൽ ഇങ്ങനെ മസാജ് ചെയ്ത് തേച്ച് പിടിപ്പിച്ചാൽ മാത്രമേ വെളിച്ചെണ്ണ തേച്ചാൽ മുടി വളരുള്ളൂ കേട്ടോ. അതുപോലെ ഞാൻ പറയുകയാണ്, ഷാമ്പു ആണെങ്കിലും ഇവിടെ തേക്കണം. അത് എങ്ങനെ തേക്കണം എന്ന് പറഞ്ഞാൽ, ഷാമ്പു തേക്കുമ്പോൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നേരിട്ട് ഷാമ്പു എടുത്തങ്ങ് തേക്കരുത്. ഈ പരസ്യത്തിലൊക്കെ കാണുന്ന പോലെ. പരസ്യത്തിലൊക്കെ അങ്ങനെയല്ലേ ചെയ്യണത്, സുന്ദരിമാർ ഇരുന്നത് ഷാമ്പു തേക്കുന്നു അപ്പോൾ തന്നെ മുടിയോ ആഹാ, അങ്ങനെ ചെയ്യരുത്. നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, നമ്മുടെ കപ്പില്ലേ, കുളിക്കുന്ന കപ്പ് എടുക്കുക, അതിൽ കുറച്ച് വെള്ളം എടുക്കുക, ഷാമ്പു കുറച്ചിടുക, എന്നിട്ട് വെള്ളം അങ്ങ് ഡൈല്യൂട്ട് ആക്കണം. ഷാമ്പു നേർപ്പിച്ചിട്ട് ഇത് ഇവിടെ മാത്രം, തലയോട്ടിയുടെ ഇവിടെ മാത്രം തേച്ചാൽ മതി. ഇങ്ങോട്ട് അതിൻ്റെ പതയൊക്കെ അങ്ങോട്ട് ഇറങ്ങി വന്നോളും. മുടിയുടെ താഴെയുള്ള ഭാഗങ്ങളിലേക്ക് എന്താണ്, ഷാമ്പു തേക്കുമ്പോൾ തന്നെ ഇങ്ങോട്ട് പതയൊക്കെ വരുമല്ലോ. ഇത് നേർപ്പിക്കുകയല്ലേ നമ്മൾ ഷാമ്പു. അപ്പം അങ്ങനെ എന്നിട്ട് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, നല്ലോണം കഴുകുക. നല്ലോണം കഴുകി കഴിയുമ്പോൾ എന്ത് ചെയ്യണം, കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് കണ്ടീഷണറില്ലേ, ഷാമ്പു തേച്ച് കഴിഞ്ഞിട്ട് കണ്ടീഷണർ ഉപയോഗിക്കണം. കണ്ടീഷണർ ഉപയോഗിച്ചിട്ട് ചിലവർ കഴുകാത്തവരുണ്ട്, പതിയെ കണ്ടീഷണർ ചെയ്യും. അങ്ങനെയല്ല ചെയ്യേണ്ടത്. കണ്ടീഷണർ ശരിക്കും പറഞ്ഞാൽ മുടിക്ക് ദോഷമാണ്. അപ്പോൾ മുടി നല്ലോണം കഴുകണം. അതുപോലെ ഈ കണ്ടീഷണർ ഷാമ്പൂ ഒക്കെ ആഴ്ചയിൽ ഒരു ദിവസം തേച്ചു മതി. ഇപ്പം ഞാൻ എന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണ എപ്പോഴും തേക്കും കേട്ടോ. കാരണം എൻ്റെ ഇവിടെയൊക്കെ ഇങ്ങനെ ഈ മുടി പൊട്ടിയിരിക്കണോണ്ട് അങ്ങനെ എപ്പോഴും തേക്കാൻ നിന്നു. പക്ഷേ ഈയിടെ എന്താ പറയണത്, ഞാൻ പണ്ട് എനിക്ക് ഒത്തിരി മുടിയുണ്ടായിരുന്നേ. ഞാനിപ്പോൾ മുടി വെട്ടി കളഞ്ഞിട്ടാട്ടാ. വെട്ടിക്കളഞ്ഞെന്ന് പറഞ്ഞാൽ എനിക്ക് ചുമ്മാ ഒരു രസത്തിന് വെട്ടിയതാണ്. അപ്പോൾ ഞാൻ പറയണതാണ്, ഉള്ളുണ്ടാകാനായിട്ട് തലയോട്ടിയിലാണ് എന്തായാലും നമ്മൾ വെളിച്ചെണ്ണയും ഷാമ്പുവും എല്ലാം യൂസ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ചെറിയൊരു വീഡിയോ ആണ്, ഉപകാരപ്പെട്ടെന്ന് കരുതണം. എൻ്റെ ചെറിയൊരു അറിവ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരായിരിക്കും. ഇതൊരു ബൈ.